നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനുലാൽ. പതിവ് പോലെ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ബോയ എന്ന കമ്പനിയുടെ ബോയ ബൈ M1 എന്ന മോഡൽ ഷോട്ട് ഗൺ മൈക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വ്ളോഗിങ്ങിന് ഔട്ട്സൈഡൊക്കെയും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു മൈക്കാണ് ഈ ഒരു ബോയയുടെ ഷോട്ട് ഗൺ മൈക്ക്. റോഡ് വീഡിയോ മൈക്രോ എന്ന മറ്റൊരു ഷോട്ട് ഗൺ മൈക്ക് റോഡ് കമ്പനിയുടേതായിട്ടുണ്ട്. അതിന് കുറച്ച് അല്പം വില കൂടുതലാണ്. ഇത് തീരെ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ബോയയുടെ ഒരു ഷോട്ട് ഗൺ മൈക്കാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഷോട്ട് ഗൺ മൈക്കിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആമസോണിൽ നിന്ന് നമുക്ക് കിട്ടിയ പാക്കറ്റ് എന്ന് പറയുന്നത്. ബോയ M1 എന്ന ഷോട്ട് ഗൺ മൈക്കിൻ്റെ പാക്കറ്റാണിത്. അപ്പോൾ ഈ പാക്കറ്റ് ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷോട്ട് ഗൺ മൈക്ക്. കൂടെ ഇതിൻ്റെ ബില്ലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ യൂണിവേഴ്സൽ കാർഡോയിഡ് മൈക്രോഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്ക്രാച്ച് കാർഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ജെനുവിനായിട്ടുള്ള പ്രോഡക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അത് ഇവിടെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം. സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നമ്പർ തെളിഞ്ഞ് കാണും. എന്തായാലും ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഞാനിത് മെല്ലെ സ്ക്രാച്ച് ചെയ്യുകയാണ്. എനിക്കിവിടെ ഒരു നമ്പർ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ജെന്യുവനായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതുപോലെ ഇവിടെ കമ്പാറ്റബിൾ വിത്ത് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, അതുപോലെ DSLR, ക്യാംകോഡർ, അങ്ങനെയുള്ള വിവരങ്ങൾ ഇവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസൊക്കെയും ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇതിൻ്റെ വില 2995 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലും വിലക്കുറവിലാണ് ആമസോണിൽ എനിക്കിത് ലഭിച്ചത്. ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഈ മൈക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ ബോയ ബൈ M1 എന്ന ഷോട്ട് ഗൺ മൈക്ക്. ഈ ഒരു വിൻഷീൽഡിൻ്റെ അകത്ത് ആണ് ഇത് കിട്ടുന്നത്. നമുക്ക് പയ്യെ അത് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ ബൈ M1 എന്ന ഷോട്ട് ഗൺ മൈക്ക്. ഇത് വെച്ചിട്ടാണ് മിക്ക യൂട്യൂബേഴ്സും വ്ളോഗിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ ചീപ്പസ്റ്റായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഷോട്ട് ഗൺ മൈക്കാണ് ബോയ ബൈ M1. റോഡ് വീഡിയോ മൈക്രോ എന്ന റോഡ് കമ്പനിയുടെ ഷോട്ട് ഗൺ മൈക്കിനെ അപേക്ഷിച്ച് ഈ ഒരു മൈക്കിന് വില കുറവാണ്. പക്ഷേ ഞാൻ യൂട്യൂബിലൊക്കെയും റോഡ് വീഡിയോ മൈക്രോ ഈ ഒരു മൈക്കുമായിട്ട് ഉള്ള കമ്പാരിസൺ വീഡിയോസ് പല യൂട്യൂബേഴ്സിൻ്റെയും ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു മൈക്കിനാണ് ഈ ഒരു മൈക്കിനേക്കാൾ സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളത്. പക്ഷേ ആ മൈക്കിന് വില കൂടുതലാണ്. അതിന് 5000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഒരു ഷോക്ക് മൗണ്ടാണ്. അതായത് ഈ മൈക്ക് നമ്മൾ ഇങ്ങനെ ഇതിൽ ഉറപ്പിച്ച് നിർത്തും. എന്നിട്ട് ഇത് നമ്മൾ DSLRന് മുകളിലായിട്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം വീഡിയോസൊക്കെയും നടന്നും ഒക്കെ എടുക്കുമ്പോൾ ഇത് കുലുക്കമൊന്നുമില്ലാതെ മൈക്ക് DSLRന് മുകളിൽ ഇരിക്കുവാൻ വേണ്ടിയുള്ള ഷോക്ക് മൗണ്ടാണിത്. ഈ ചുമന്ന നിറത്തിലുള്ള ഈ ഒരു മൗണ്ട്. പിന്നീട് വരുന്നത് ഒരു TRS കേബിളാണ്. TRS കേബിൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ക്യാമറയും ക്യാംകോഡറും ഒക്കെ നമുക്ക് ഈ മൈക്കും DSLRുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതിനാണ്. ആണ് TRS കേബിൾ. അതുപോലെ വീണ്ടും ഒരു കേബിൾ വരുന്നത് TRRS കേബിളാണ്.
ഇതെന്ന് പറയുന്നത് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതിനാണ്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു ചെറിയ പൗച്ചാണ്. ബോയ എന്നെഴുതിയ ഈ മൈക്ക് ഇട്ട് വയ്ക്കാനുള്ള ഒരു പൗച്ചാണ്. ഇത്ര ഐറ്റംസ് ഇതിലുള്ളൂ. ഇത് കണ്ടല്ലോ, ആദ്യമായി നമ്മൾ കണ്ടത് വിൻഡ് ഷീൽഡാണ്. അതായത് നമ്മൾ പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാറ്റ് ഉള്ള ആ ഒരു അവസരങ്ങളിൽ ഈ മൈക്ക് നേരത്തെ ആദ്യം ഇതിൽ ഇരുന്നത് പോലെ ഇതിനകത്തേക്ക് കയറ്റി ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വിൻഡിൻ്റെയും മറ്റും നോയ്സ് ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതാണ് ഈ ഒരു വിൻഡ് ഷീൽഡിൻ്റെ ഉപയോഗം. ദാണ്ടെ ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു 1 2 3 4 5 6 ഐറ്റം 5-6 ഐറ്റം മാത്രമാണ് ഇതിലുള്ളത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു യൂസർ മാനുവലാണ്. അതിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. പാർട്സ് ഇൻക്ലൂഡഡ്, ഇതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. പിന്നീട് വരുന്നതൊരു വാറണ്ടി കാർഡാണ്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്, കണ്ടില്ലേ? അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. കേവലം 68 ഗ്രാം മാത്രമേ ഈ ഒരു മൈക്കിന് ഭാരം വരുന്നുള്ളൂ. അതുപോലെ ഇതിന് ബാറ്ററി ആവശ്യമായിട്ട് വരുന്നില്ല. കൂടാതെ മെറ്റൽ കൺസ്ട്രക്ഷനാണ് ഈ ഒരു മൈക്ക്. അതുപോലെ വളരെ കോമ്പാക്റ്റും ലൈറ്റ് വെയ്റ്റുമാണ്. ഇനി ഈ ഒരു മൈക്ക് ക്യാമറയിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബോയയുടെ തന്നെ ഒരു ലവ്ലിയർ മൈക്ക് എൻ്റെ ഷർട്ടിൽ ഘടിപ്പിച്ചുകൊണ്ടാണ്. ആ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ മുകളിൽ സൈഡിലായി കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു മൈക്ക് DSLRൽ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഞാൻ ഈ ഷോട്ട് ഗൺ മൈക്ക് DSLRന് മുകളിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള സൗണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായി കാണും. നേരത്തെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഓഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ബോയ മൈക്കും ഇതും തമ്മിലുള്ള ആ സൗണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ക്യാമറ എനിക്ക് തൊട്ട് മുൻപിലായി ഒരല്പം മാറിയാണ് ഇരിക്കുന്നത്. ഈ ഷോട്ട് ഗൺ മൈക്ക് ഉപയോഗിച്ചുള്ള സൗണ്ടിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. സാധാരണയായി വീഡിയോ ചെയ്യുന്നവർ പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ലവ്ലിയർ മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വയറിൻ്റെ നീളം കാരണം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി നമുക്ക് ഇത്തരത്തിലുള്ള ഷോട്ട് ഗൺ മൈക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. സാധാരണ ലവ്ലിയർ മൈക്കിൽ ഉപയോഗിക്കുന്നത് പോലെ ഇതിൽ ബാറ്ററി ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അത്തരം പ്രോത്സാഹനമാണ് തുടർന്നും ഇത്തരം വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായി തീരുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടടുത്ത് കാണുന്ന ആ ലൈക്ക് എന്ന ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.